വംശവർദ്ധനായിട്ടുണ്ടായ രാജാവിൻ്റെ പേരാണ് സംവരണൻ. സംവരണൻ വിവസ്വാൻ്റെ മകൾ തപതിയെ വിവാഹം കഴിച്ചു. അതിൽ കുറേ മക്കളുണ്ടായി. അതിൽ മക്കളുണ്ട്, അവരുടെ സന്താന പരമ്പര ഇങ്ങനെ കുരു അതിൽ കുരു എന്ന രാജാവുണ്ട്. ആണ് കുരു ഒരു രാജാവിൻ്റെ പേരാ. കുരു വംശം കൗരവെന്ന പേരുണ്ടാവാൻ കാരണം ഈ കുരു എന്ന രാജാവാണ്. കുരു തപസ് ചെയ്തുകൊണ്ട് കുരുക്ഷേത്രം, അവിടെയാണ് ഭാരതയുദ്ധം പുണ്യസ്ഥലമായി. കുരുജാങ്കലം എന്നതിന് പേര് വന്നു കുരുവിൻ്റെ വംശപരമ്പരയിൽ കുറേ രാജാക്കന്മാരുണ്ടായി. അതിൽ പെട്ട ഒരു രാജാവാണ് പ്രദീപൻ. ആ പ്രദീപൻ്റെ മകനാണ് ശന്തനു. ഈ ശന്തനു, നമ്മൾ പണ്ട് സത്യവതിയുടെ കഥ പറഞ്ഞിട്ടുണ്ട്, വ്യാസനുണ്ടായത്. അതെ, സത്യവതിയും ശന്തനുവും തമ്മിൽ യോജിച്ചിട്ട് അതിൽ നിന്ന് 2 സന്താനങ്ങളുണ്ടായി, ചിത്രാംഗതൻ, വിചിത്രവീര്യൻ. അതിൽ ചിത്രാംഗതൻ ഗന്ധർവനായിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വിചിത്രവീര്യൻ അംബികയെ കല്യാണം കഴിച്ചു. വിചിത്രവീര്യൻ അംബികയായിട്ട് സംഭവം ചെയ്ത് സെക്സിൽ ഏർപ്പെട്ട് ധാതുക്ഷയം വന്ന് വിചിത്രവീര്യൻ മരിച്ചു. ഈ അംബികയിലും അംബാലികയിലും വ്യാസനുണ്ടായ കുട്ടികളാണ് ധൃതരാഷ്ട്രൻ, പാണ്ഡു, വിതുരൻ. ഇവരുടെ മക്കൾ തമ്മിൽ മഹാഭാരത യുദ്ധം.